ഒരുപാട് ആൾക്കാരെ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് പേടിയുള്ള ഒരു ദിക്കാണ് തെക്ക് ദിക്ക്. അപ്പോൾ തെക്കോട്ട് ദർശനത്തിൽ വീട് വെച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ തെക്ക് ദർശനം നമ്മുടെ സമ്പത്ത് ഇല്ലാതാക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷത്തോളം കൊണ്ട് കൺസൾട്ടിങ് രംഗത്ത് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് വെച്ച് ഒരുപാട് വീടുകൾ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്രയും വീടുകളുടെ അനുഭവത്തിൽ നിന്നിട്ടാണ് പറയുന്നത്, നമ്മുടെ വീടിൻ്റെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട് വാസ്തുപ്രകാരം ഏറ്റവും കറക്റ്റായിട്ടാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തെക്ക് ദർശനമായ വീട് കൊണ്ട് നിങ്ങൾക്ക് ദോഷമില്ല, അത് ഉറപ്പാണ്. തെക്ക് ദർശനമായ എത്രയോ വീടുകളിൽ നിന്ന് നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ട്. ഈ എല്ലാ വീടുകളും ബുദ്ധിമുട്ടിലാണോ പോകുന്നത്? തെക്ക് ദർശനമായുള്ള വീടുകളിൽ നമുക്ക് പേരും പ്രശസ്തിയും സമ്പത്തും അങ്ങനെ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ തെക്ക് ദിക്കിൽ ദോഷം അനുഭവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അത് ആ വീടിന്റെ വാസ്തുപ്രകാരമുള്ള തെറ്റുകൾ കൊണ്ടാകാം. അല്ലാതെ തെക്ക് ദിക്ക് ദർശനമായ ഒരൊറ്റ കാരണം കൊണ്ട് ആ വീട് ദോഷമെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ തെക്ക് ദർശനമാക്കി എടുക്കുന്ന ഒരു വീടിന്റെ തെക്ക് മുറ്റത്തേക്കാൾ കൂടുതൽ വടക്ക് മുറ്റം ഉണ്ടായിരിക്കണം. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തെക്കിനേക്കാൾ കൂടുതൽ വടക്ക് മുറ്റം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വീട് വെക്കുമ്പോൾ എപ്പോഴും, ഇത് ഞാൻ എത്ര പ്രോഗ്രാം ചെയ്താലും അല്ലെങ്കിൽ എത്ര എപ്പിസോഡുകൾ ചെയ്താലും ഞാൻ ആവർത്തിച്ച് തന്നെ പറയുന്നൊരു കാര്യമാണ്, അത് സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണം. നിങ്ങളുടെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരാത്തൊരു വീടാണെങ്കിൽ ഉറപ്പായിട്ടും വാസ്തുപ്രകാരം എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ വീട്ടിൽ കാണും. ഒരാളിനെ പറഞ്ഞ് പേടിപ്പിക്കുകയോ ഒരാളിനെ പറഞ്ഞ് വിഷമപ്പെടുത്തുകയോ അല്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതിൽ ഫെങ്ഷുയി പ്രകാരം അതിൻ്റെതായിട്ടുള്ള ചില ടിപ്സുകളുണ്ട്. നിങ്ങൾ വാസ്തു നോക്കി കറക്റ്റ് ചെയ്തോളൂ. വാസ്തു നോക്കി കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടല്ലോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വീടിന്റെ വാസ്തു നോക്കി കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റളവ് എടുക്കുമ്പോൾ നമുക്ക് അത്രത്തോളം കെട്ടാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അത്രത്തോളം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബൗണ്ടറിയിൽ നിന്നും താണ്ടി അപ്പുറത്തെ വസ്തു കൂടെ കിട്ടിയാലേ നമുക്ക് അതിന്റെ ചുറ്റളവിൽ കറക്റ്റ് ആക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മനോഹരമായി പണിതെടുത്തൊരു വീടിന്റെ ആ ഒരു എലിവേഷൻ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫെങ്ഷുയെ ആശ്രയിക്കുക. ഫെങ്ഷുയിൽ അതിൻ്റെതായിട്ടുള്ള ചില റെമഡികളുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയെങ്കിൽ തെറ്റായിട്ടൊരു വീട് വെച്ചിട്ട് മൊത്തം ഫെങ്ഷു ചെയ്താൽ മതിയോ എന്നാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ വീടിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടോ, ആ തെറ്റിന് ഉറപ്പായിട്ടൊരു പരിഹാരം ഫെങ്ഷുയിലുണ്ട്. പിന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ എനിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാസ്തുപ്രകാരം കിണർ പാടില്ല. ഞാനതങ്ങ് കുഴിച്ചോട്ടെ സാർ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും റെമഡി ചെയ്താൽ മതിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരു പ്രശ്നം വന്നു, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എനിക്കൊരു കിണറുണ്ട്, കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ കിണർ അവിടെ ഇരിക്കുകയാണ്, അതിനെന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അതിന് നിങ്ങൾ അത് ഒട്ടും വാസ്തുപ്രകാരം നല്ലതല്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തൽക്കാലം ഈ ഒരു പരിഹാരമെങ്കിലും ചെയ്തു നോക്കുമെന്നും പറഞ്ഞ് അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു ദോഷം ചെയ്ത് വെക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് തെക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ പറ്റിയാണ്. അപ്പോൾ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരണം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു ബെഡ്റൂം എടുക്കാം. തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കിച്ചൺ ചെയ്യാം. അതല്ലെങ്കിൽ അത് വടക്ക് പടിഞ്ഞാറിലേക്ക് ചെയ്യാം. എന്നിട്ട് വീടിന്റെ ഉച്ചസ്ഥാനം നോക്കി പ്രധാന വാതിൽ സെറ്റ് ചെയ്യണം. അതായത് ഉച്ചസ്ഥാനം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് വരെയുള്ള നീളം എടുക്കുക, പകുതി എടുക്കുക, പകുതിക്ക് അപ്പുറത്തോട്ടുള്ള ഉച്ചസ്ഥാനത്ത് മെയിൻ ഡോർ പണിയാം. ഇനി ഫെങ്ഷുയി പ്രകാരം ഡോറിന് എവിടെയെങ്കിലും സ്ഥാനമുണ്ടോ, അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ശാസ്ത്രവും കൂടെ ഉണ്ട്. വളരെ റിസൾട്ട് തരുന്ന മറ്റൊരു ശാസ്ത്രമാണ് നമ്മുടെ വാസ്തുവിനെ പോലെ തന്നെ ഫെങ്ഷുയും. അപ്പോൾ ഫെങ്ഷുയി പ്രകാരം ആ ഡോർ എങ്ങനെ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട് പണി കഴിപ്പിക്കുന്ന കാലഘട്ടം, ഇപ്പൊ നിങ്ങളിപ്പോൾ 2025 പണി കഴിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ വീട് പണി കഴിപ്പിക്കുന്നത്. ഈ 9 എന്ന് പറയുന്നത് ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കുണ്ടാവുന്ന ഒരു മാറ്റമാണ്. ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോൾ 2004 മുതൽ 2044 വരെയുള്ള ഒരു 20 കൊല്ലമാണ് പീരീഡ് 9ന്റെ കാലഘട്ടം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ വീട്ടിന്റെ എൻട്രൻസിൽ, അതായത് തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, ഈ 3 ഡയറക്ഷൻ എടുക്കുക. എന്നിട്ട് വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈങ് സ്റ്റാർ എടുത്തതിന് ശേഷം ഈ ദിക്കിൽ തെക്ക് പടിഞ്ഞാറിലാണോ തെക്കിലാണോ തെക്ക് കിഴക്കിലാണോ എവിടെയാണ് ഏറ്റവും നല്ല പ്രോസ്പെരിറ്റി ആയിട്ടുള്ള സ്റ്റാർ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണക്കാക്കുക. ആ സ്ഥലത്ത് വാസ്തുവും കൂടെ നോക്കിയിട്ട്
അതിൻ്റെ ഉച്ചവും കൂടെ നോക്കി നിങ്ങൾക്ക് അവിടെ ഡോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല റിസൾട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പം നമുക്ക് വാസ്തുപ്രകാരം വീട് വെക്കാനൊക്കെ തെക്ക് ഭാഗത്ത് വീട് വെക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ദോഷമില്ല. അത് കറക്റ്റ് വാസ്തുപ്രകാരം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തെക്ക് ദർശനമുള്ള വീട്ടിൽ നിന്നും കിട്ടും. അതിൻ്റെ മറ്റ് കാര്യങ്ങളും കൂടെ യഥാവിധി നിങ്ങൾ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.